നമസ്കാരം സർ. കെ.സി.ബി.സി എടുത്തിരുന്ന ഒരു നിലപാടുണ്ടായിരുന്നു വഖഫ് ബോർഡിന്റെ കാര്യത്തിൽ. അത് കേന്ദ്രത്തിന് അനുകൂലമായിട്ടുള്ള ഒരു നിലപാടായിരുന്നു. ഇപ്പോഴിതാ CBCIയും അതേ ഒരു നിലപാടിലേക്ക് മാറുകയാണ്. ഈ വിഷയം ഇവർ രണ്ടുപേരും ഒരേ നിലപാടെടുക്കുമ്പോൾ അത് കോൺഗ്രസിനെ എത്രത്തോളം പ്രതികൂലമായി ബാധിക്കും, BJPക്ക് അത് എത്രത്തോളം അനുകൂലമാകും? താങ്കളുടെ വിശകലനങ്ങൾ. BJP സർക്കാർ പാർലമെന്റിൽ അവതരിപ്പിക്കുന്ന വഖഫ് അമെൻമെന്റ് ബിൽ 2024 അതിന് പിന്തുണ കൊടുക്കാനാണ് കാതലിക് ബിഷപ്പ് കോൺഫറൻസ് ഓഫ് ഇന്ത്യയും ഇക്കഴിഞ്ഞ ദിവസം ഇന്നലെ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതേ നിലപാട് ഒരു ദിവസം മുമ്പ് കേരള കാതലിക് ബിഷപ്പ് കോൺഫറൻസ് KCBCയും അതേ നിലപാട് തന്നെ എടുത്തിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഉപരിഘടകമാണ് KCBCയുടെ ഉപരിഘടകം പോലെ തന്നെയാണ് CBCI. കാര്യങ്ങൾ വളരെ വ്യക്തവും ഞെട്ടിക്കുന്നതുമാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം. കാരണം ഇത് ഇത്ര കാലവും ക്രിസ്ത്യൻ സഭകൾ, ഈ കത്തോലിക്ക സഭ പ്രത്യേകിച്ചും ഭാരതത്തിൽ പുലർത്തിയിരുന്ന ഒരു നിലപാട് കോൺഗ്രസിന് അനുകൂലമായിട്ടുള്ളൊരു നിലപാടായിരുന്നു. നരേന്ദ്രമോദി അധികാരത്തിൽ 2014 വന്നു, പിന്നീട് 2019 വന്നെങ്കിലും അപ്പോഴൊന്നും തന്നെ നിലപാടുകളിലൊക്കെ മോഡി വിരുദ്ധതയിൽ ചില മയപ്പെടുത്തലുകളൊക്കെ ഈ കാലയളവിൽ സംഭവിച്ചെങ്കിലും കോൺഗ്രസിനോടുള്ള ഒരു ആഭിമുഖ്യം കത്തോലിക്ക സഭ ഒരിക്കലും ഉപേക്ഷിച്ചിരുന്നില്ല. പക്ഷെ ഇപ്പോൾ കാര്യങ്ങൾ വളരെ വ്യക്തമായിരിക്കുന്നു. കോൺഗ്രസിന് ഇനി ഇക്കാര്യത്തിൽ ഒരു കൃത്യമായ നിലപാടെടുത്തേ പറ്റൂ. നമ്മൾ ഈ ഒരു പ്രയോഗമുണ്ട്, മുയലിനൊപ്പം ഓടുകയും വേട്ടപ്പട്ടിക്കൊപ്പം വേട്ടയാടുകയും ചെയ്യുക എന്നുള്ളത്. അതിനി കോൺഗ്രസിന് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കോൺഗ്രസിന് ഇനി വഖഫ് ഉൾപ്പെടെയുള്ള എല്ലാ വിവാദപരമായ വിഷയങ്ങളിലും വ്യക്തമായ നിലപാടെടുക്കേണ്ടി വരും. ഇനി രാഷ്ട്രീയമായ ചാഞ്ചാട്ടവും ഈ അടവ് നയങ്ങളും ഒന്നും ചെലവാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം കത്തോലിക്ക സഭ വളരെ കൃത്യമായ നിലപാടെടുത്തു കഴിഞ്ഞു. ഇതിൽ കേന്ദ്ര സർക്കാർ BJPയെ തന്നെ അവരെ അനുകൂലിക്കാനാണ് അവർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതിൽ ഒരു വലിയ ചോദ്യമുണ്ട്. കാരണം ഒരു കാരണവശാലും കോൺഗ്രസിന് മുസ്ലിങ്ങളെ പറഞ്ഞുകൊണ്ട് കോൺഗ്രസ് MP-മാര് വഖഫ് അമെൻമെന്റ് ആക്ടിന് അനുകൂലമായിട്ട് പാർലമെന്റിൽ വോട്ട് ചെയ്യുമെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം കോൺഗ്രസിന്റെ മാത്രമല്ല, പ്രതിപക്ഷ സഖ്യത്തിന്റെ തന്നെ ഇന്ത്യ സഖ്യത്തിന്റെ വളരെ വ്യക്തമായ നിലപാടാണ്. ഇന്നിപ്പോ ഇന്ത്യ സഖ്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതൊന്നും ഇല്ല, അത് വേറൊരു കാര്യം. എന്നിരുന്നാലും നമുക്ക് പൊതുവെ പ്രതിപക്ഷത്തിന്റെ ഒരു സമാജ്വാദി പാർട്ടി ആവട്ടെ, അതുപോലെ തന്നെ തൃണമൂൽ കോൺഗ്രസ് ആവട്ടെ, തമിഴ്നാട്ടിലെ DMK ആവട്ടെ, കോൺഗ്രസ് ആവട്ടെ, ഇവരെല്ലാം തന്നെ ഇക്കാര്യത്തിൽ ഈ വഖഫ് അമെൻമെന്റ്, വഖഫ് ഭേദഗതി ബില്ലിന്റെ കാര്യത്തിൽ കേന്ദ്ര സർക്കാരിനെ എതിർക്കുന്ന നിലപാടാണ്. പക്ഷേ CBCI വളരെ പ്രധാനപ്പെട്ട ചില നിരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. അതായത് ഇപ്പോൾ നിലവിലുള്ള വഖഫ് ആക്ട് എന്ന് പറയുന്നത് മതേതരത്വത്തിന് വലിയ ഭീഷണി ഉയർത്തുന്ന ചില ഭാഗങ്ങൾ ആ ആക്ടിൽ ഉണ്ടെന്ന് വളരെ കൃത്യമായിട്ട് കാതലിക് ബിഷപ്പ് കോൺഫറൻസ് ഓഫ് ഇന്ത്യ പറഞ്ഞിട്ടുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അതൊരു ഞെട്ടലായിരിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ഇതിന്റെ ഒരു വിഷയം എന്ന് പറയുന്നത്, ശരിക്കും ഇതുവരെ മതേതരത്വം നിലനിൽക്കണമെങ്കിൽ കോൺഗ്രസ് അധികാരത്തിൽ വരണം, അല്ലെങ്കിൽ മുൻ കാലഘട്ടത്തിലെ സർക്കാരുകളെല്ലാം മതേതരത്വം നിലനിർത്തിയിരുന്നു. ഇതൊക്കെ ആയിരുന്നു പ്രതിപക്ഷത്തിന്റെ ഒരു മുദ്രാവാക്യം. പക്ഷെ ഇതൊന്നും ഒരു ന്യൂനപക്ഷ സമുദായമായി ഇന്ത്യയിലെ ശരിക്കും പറഞ്ഞാൽ മുസ്ലിങ്ങളെക്കാളും യഥാർത്ഥത്തിൽ ഉള്ള ഒരു ന്യൂനപക്ഷം ക്രിസ്ത്യാനികളാണ്. കാരണം ക്രിസ്ത്യാനികളുടെ എണ്ണം വളരെ കുറവാണ് ദേശീയ തലത്തിലെടുക്കും. അപ്പോൾ ആ ഒരു സമുദായം നിലവിലുള്ള പല നിയമങ്ങളും മതേതരത്വത്തിന് എതിരാണെന്ന് പറയുമ്പോൾ ഇത് തന്നെയല്ലേ BJPയും RSSും ഒക്കെ പറയുന്നത്? ഇത് വ്യാജ മതേതരത്വമാണെന്നല്ലേ അവരും പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ അടിസ്ഥാന വിഷയങ്ങളിലുള്ള ഒരു യോജിപ്പാണ് BJPയും അതുപോലെ തന്നെ അതും BJP എന്ന് മാത്രമല്ല ഞാൻ പറയുന്നത്, സംഘപരിവാറും സഭകളും തമ്മിൽ എത്തിയിരിക്കുന്നത്. അതുപോലെ എനിക്ക് തോന്നുന്നത് സഭ ഒരു കാര്യം ഇപ്പോൾ കൃത്യമായിട്ട് ഒരു പക്ഷെ മനസ്സിലാക്കിയിട്ടുണ്ടാവാം. സഭ ഉദ്ദേശിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ പേടിച്ചിരുന്ന രീതിയിൽ RSS സഭയ്ക്കെതിരായിട്ടുള്ള ഒരു വലിയ നീക്കമൊന്നും നടത്തത്തില്ല, അല്ല അതൊക്കെ തന്നെ തെറ്റിദ്ധാരണകളായിരുന്നിരിക്കാം എന്നൊരു ചിന്ത ഒരുപക്ഷെ സഭയ്ക്ക് ഉണ്ടായിരുന്നു. കാരണം ഏതായാലും 10 കൊല്ലത്തിലധികമായിട്ട് കേന്ദ്രത്തിൽ BJP ഭരിക്കുകയാണല്ലോ. എന്ന് വെച്ചിട്ട് ഇവിടെ കത്തോലിക്ക സഭയുടെ ആയാലും മറ്റ് സഭകളുടെ ആയാലും ദൈനംദിന പ്രവർത്തനങ്ങൾക്കൊന്നും തന്നെ ഒരു രീതിയിലും തടസ്സമൊന്നും കേന്ദ്ര സർക്കാർ ചെയ്തിട്ടുണ്ടോ എന്ന് ഞാൻ കരുതുന്നില്ല. പിന്നെ ഇതിൽ ചിലപ്പോൾ ചില ചെറിയ പ്രശ്നങ്ങളുള്ളത് മതപരിവർത്തനം നടത്താനായിട്ട് ഈ വിദേശത്തുനിന്ന് ഫണ്ട് കൊണ്ടുവന്ന് അങ്ങനെ നടത്തുന്ന ചില ചെറിയ
സ്പ്ലിൻഡർ പിന്നെ സഭകളൊക്കെ ഉണ്ട്. ഇപ്പൊ ചില സ്ഥലങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്ന, ഇപ്പൊ പഞ്ചാബിൽ തന്നെ ചില പാസ്റ്റർമാര്, അല്ലെങ്കിൽ അതുപോലെ കേരളത്തിലും ഇപ്പൊ ഉള്ള ചില പെന്തക്കോസ്ത് സഭകൾ, ആ സഭകളൊക്കെ തന്നെ എനിക്ക് തോന്നുന്നു അവർക്കിപ്പോ മനസ്സിലായിട്ടുണ്ട് BJP ആയിട്ട് പല കാര്യങ്ങളും ചർച്ചകളിലൂടെ പരിഹരിക്കാമെന്ന്. ഈ ഒരു തിരിച്ചറിവാവണം ഒരു പിന്നെ ഭാഗത്ത് അവരെ BJP ആയിട്ട് കുറച്ചൊന്ന് അടുപ്പിക്കാനുണ്ടായ ഒരു കാരണം. പിന്നെ രണ്ടാമത്തെ ഒരു വിഷയം എന്ന് പറയുന്നത്, ഈ ആഗോള തലത്തിൽ രൂപപ്പെട്ടു വരുന്ന ചില ജിയോ പൊളിറ്റിക്കൽ റിയാലിറ്റീസ് ഉണ്ട്. അതായത് ഇപ്പോൾ ഉദാഹരണത്തിന് മധ്യപൂർവേഷ്യയിൽ, മിഡിൽ ഈസ്റ്റിൽ നടക്കുന്ന സംഘർഷങ്ങൾ, ഇസ്രായേലും അറബ് ലോകവും തമ്മിലുള്ള അറബ് ലോകം എന്ന് ഞാൻ ഉദ്ദേശിച്ച പലസ്തീനിയൻസും അതുപോലുള്ളവർ, ലോകമെമ്പാടും ഭീകര സംഘടനകൾ ക്രിസ്ത്യാനിറ്റിക്ക് നേരെ ഉയർത്തുന്ന വെല്ലുവിളികൾ, അത് പാശ്ചാത്യർ ഇപ്പൊ ഫ്രാൻസിലായാലും ബ്രിട്ടനിലായാലും അതുപോലെ യൂറോപ്പിലെ ജർമ്മനിയിലായാലും മറ്റു പല രാജ്യങ്ങളിലായാലും ക്രിസ്തീയ സഭകൾക്ക് നേരെ വലിയ വെല്ലുവിളി ഉയർത്തുന്ന ഗ്രൂപ്പുകൾ തീവ്രവാദ റാഡിക്കൽ ഇസ്ലാമിസ്റ്റ് ഗ്രൂപ്പുകളാണ്. ഇതൊക്കെ തന്നെ സഭകളുടെ ലോകവീക്ഷണത്തിലും മാറ്റം വരുത്തിയിട്ടുണ്ടാകാം. കാരണം ഇസ്ലാമോ ലെഫ്റ്റ് എന്നൊരു പ്രയോഗം തന്നെ, ഇത് ഫ്രാൻസിൽ നിന്നാണ് ഇസ്ലാമോ ലെഫ്റ്റ് എന്നുള്ള ഒരു പ്രയോഗം ഉണ്ടാകുന്നത്. അത് 2003-ലോ 2004-ലോ എങ്ങാണ്ടാണ്. ഇത്തരം പുതിയ ചിന്തകൾ പാശ്ചാത്യ ലോകത്ത് രൂപപ്പെട്ടു. പാശ്ചാത്യ സഭകൾ ഈ പറയുന്ന ജിഹാദി ഗ്രൂപ്പുകളെ പരസ്യമായിട്ട് എതിർക്കാൻ തുടങ്ങി. അതുപോലെ തന്നെ പാശ്ചാത്യ ലോകത്ത് ക്രിസ്ത്യാനികൾ സംഘടിതമായിട്ട് തങ്ങളുടെ നേരെ ഒരു ആസൂത്രിത ആക്രമണമാണ് നടക്കുന്നതെന്നും, ഈ മതേതരത്വത്തിന്റെ പേര് പറഞ്ഞ്, അല്ലെങ്കിൽ പിന്നെ ബഹുസ്വരതയുടെ, ഡൈവേഴ്സിറ്റിയുടെ പേര് പറഞ്ഞ് ഒക്കെ നടക്കുന്ന നീക്കങ്ങൾ ആത്യന്തികമായിട്ട് ക്രിസ്ത്യാനിറ്റിക്ക് എതിരാണ് എന്നും ഉള്ള ഒരു ചിന്ത യൂറോപ്പിലും അമേരിക്കയിലും ഒക്കെ ഇപ്പൊ രൂപപ്പെട്ടു. ഉദാഹരണത്തിന് ഡൊണാൾഡ് ട്രംപ് അതുപോലെ അമേരിക്കൻ പ്രസിഡന്റ് ആയതിനു ശേഷം പ്രത്യേകിച്ച് ഇന്ത്യയോട് അവർ കാണിക്കുന്ന ഒരു അടുപ്പം, അല്ലെങ്കിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായിട്ട് അദ്ദേഹത്തിന്റെ ഒരു ഊഷ്മളമായിട്ടുള്ള ഒരു സൗഹൃദം, ഇങ്ങനെ ഒരുപാട് ഘടകങ്ങൾ എടുക്കുമ്പോൾ സഭയെ സംബന്ധിച്ചിടത്തോളം ഇനി അന്ധമായ ഒരു മോദി വിരോധമോ അല്ലെങ്കിൽ RSS വിരോധമോ സഭയ്ക്ക് ഗുണം ചെയ്യുന്നില്ല, സഭയ്ക്ക് അതുകൊണ്ട് യാതൊരു പ്രയോജനമില്ല, മാത്രമല്ല ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടാകും എന്നുള്ള ഒരു തിരിച്ചറിവ് സഭയ്ക്ക് വന്നു എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഇത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം KCBC നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഒരു ഫ്യൂച്ചർ എന്ന് പറഞ്ഞിട്ട് കാണാൻ വേറെ ആരും ഇല്ലെന്ന്. ഒരു രാഷ്ട്രീയ കക്ഷി അവർക്കായാലും അല്ല, അത് ശരിയാണ്. എന്താണെന്ന് വെച്ചാൽ അവിടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, കത്തോലിക്ക സഭ എന്ന് പറയുന്നത് ഒരു സംഘടിതമായിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ്. അപ്പൊ അവർക്ക് ഇപ്പൊ ഒരു വിഷയമുണ്ടെങ്കിൽ RSS എന്ന് പറയുന്ന ഒരു സംഘടിത പ്രസ്ഥാനമായിട്ട് അവർക്ക് സംസാരിക്കാം, ചർച്ച ചെയ്യാൻ രണ്ടു കൂട്ടർക്കും പ്രതിനിധികളുണ്ട്. ഇവരുടെ ഒരു നേതൃത്വം സംസാരിച്ച് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായാൽ അത് വേണമെങ്കിൽ പരിഹരിക്കാം, ചർച്ചകൾക്കുള്ള ഒരു ഇടമുണ്ട്. പക്ഷേ മറുഭാഗത്ത് അതല്ല. കാരണം ഈ പ്രതിപക്ഷ കക്ഷികൾ പലർക്കും പ്രാദേശികമായ താല്പര്യങ്ങളാണ്. അവിടെ ഒരു സംഘടിതമായ രൂപം അഖിലേന്ത്യാ തലത്തിൽ ഇല്ല. ഇങ്ങനെ പ്രായോഗിക തലത്തിൽ പ്രതിപക്ഷ സഖ്യത്തോടൊപ്പം നിൽക്കുന്നതിനേക്കാൾ എപ്പോഴും സംഘടിതവുമായ ഒരു സംഘപരിവാറിനോട് ഒപ്പം നിൽക്കുന്നത് തന്നെയാണ് എന്നുള്ളൊരു തിരിച്ചറിവ് കത്തോലിക്ക സഭയ്ക്ക് ഉണ്ടാകുന്ന തന്നെയാണ്. കാരണം കത്തോലിക്ക സഭ എന്ന് പറയുന്നത് കൃത്യമായി കാര്യങ്ങൾ പഠിക്കുകയും അവലോകനം ചെയ്യുകയും കോൺഫ്ലിക്റ്റും റെസൊല്യൂഷനും, സംഘർഷവും അതുപോലെ അതിന്റെ റെസൊല്യൂഷൻ, ഇത് രണ്ടും അവര് പരിചയമുള്ള ആൾക്കാരാണ്. ആയുധം മാത്രമല്ല, സമാധാനപരമായിട്ടുള്ള റെസൊല്യൂഷനിലും അവർക്ക് പിന്നെ പരിചയമുണ്ട്. ലോകത്തിന്റെ പല ഭാഗങ്ങളിലും പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്. അപ്പോ വിശാലമായ യാഥാർത്ഥ്യങ്ങൾ അവർക്ക് മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു എന്നാണ് ഞാൻ കരുതുന്നത്. എന്തായാലും അഖിലേന്ത്യാ തലത്തിൽ കോൺഗ്രസിന്റെ നേതൃത്വം എനിക്ക് തോന്നുന്നില്ല ഇതുകൊണ്ട് പിന്നെ അവരുടെ നിലപാടിൽ മാറ്റം വരുത്തുന്നു. കാരണം കോൺഗ്രസിനെ ഇന്ന് നിലനിൽക്കണമെങ്കിൽ മുസ്ലിം വോട്ട് ഇല്ലാതെ പറ്റില്ല. ഞാൻ മനസ്സിലാക്കുന്നത് മുസ്ലിം സംഘടനകളെല്ലാം തന്നെ ഇനി വരുന്ന ഇലക്ഷനിൽ കോൺഗ്രസിന് വോട്ട് ചെയ്യാനുള്ള തീരുമാനം എടുത്തിട്ടുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും ക്രിസ്ത്യൻ വോട്ട് നഷ്ടപ്പെടുകയാണെങ്കിൽ പോകുന്നത് പോട്ടെ, കക്ഷത്തിലിരുന്ന് പോയാലും വേണ്ടില്ല, ഉത്തരത്തിലിരിക്കുന്നത് എടുക്കുക തന്നെ വേണം, അല്ലെങ്കിൽ നമുക്ക് നിലനിൽപ്പില്ല എന്നുള്ള ഒരു രീതിയിലേക്കാണ് കോൺഗ്രസ് എത്തിയിരിക്കുന്നത്. കാരണം ആളും അർത്ഥവും ആ ഭാഗത്തോട് ചേർന്ന് നിന്നാലാണ് കോൺഗ്രസിന് ലഭിക്കുക എന്നും കോൺഗ്രസിന് തോന്നുന്നതായിട്ടാണ് എൻ്റെ വിലയിരുത്തൽ. എന്തായാലും ഇനി വരുന്ന ദിവസങ്ങളിൽ ഇതിൽ ഒരുപാട് നമ്മൾ ഞെട്ടിപ്പിക്കുന്ന സംഭവ വികാസങ്ങൾ ഉണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. എന്തായാലും നമുക്ക് കാത്തിരിക്കാം.
തീർച്ചയായും കാത്തിരിക്കാം എന്നതാണ്. പക്ഷേ CBCI കൂടി ഇങ്ങനെ ഒരു നിലപാടിലേക്ക് എത്തുമ്പോൾ കോൺഗ്രസ് കൂടുതൽ സമ്മർദ്ദത്തിലാവുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. താങ്കളുടെ ഓരോ പോയിന്റുകളും വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. താങ്ക് യു.